ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും. കണ്ടാ, ഉപവിയിലേക്ക് വരുമ്പോൾ ഈ ഉപവിക്കൊരു ചെറിയൊരു കുഴപ്പങ്ങളുണ്ട്. നമ്മൾ ഈ ഉപവി എന്ന് പറയണത് ബൈബിളിൽ ഈ തർജിമയിൽ ഇരുട്ടുമുറിയിലെ കറുത്ത പൂച്ചയെ പിടിക്കണ ഒരു പരിപാടിയാണ്. ഇരുട്ടുമുറി കറുത്ത പൂച്ചയെ പിടിക്കാൻ കിട്ടത്തില്ലല്ലേ. അത് കാരണം ഉപവിയെ നമുക്ക് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഉപവി നമ്മൾ പറയും സൽപ്രവൃത്തിയാണെന്ന് വെച്ചാൽ ഉപവി ശരിക്കും പറഞ്ഞാൽ സൽപ്രവൃത്തിയാണ്. പക്ഷെ ലോകം മരിച്ചുപോയൊരു സൽപ്രവൃത്തിയാണ് ഉപവി. എല്ലാത്തിൻ്റെ അകത്തും ഈ ലോകത്തിൻ്റെ ഒരു ഷെയ്ഡ് കിടപ്പുണ്ടാകും. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരാൾ ഇങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കണം. അയാളുടെ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും എല്ലാം അവിടെയാണ്. അയാളെ വെന്റിലേറ്ററിൽ കൊണ്ടുവന്ന് മുറി കിടത്തിയെങ്കിലും ഓക്സിജൻ എടുക്കുന്നുണ്ട്, പക്ഷേ ബോധമില്ല, കണ്ണും കാണാൻ പറ്റില്ല. ബോധമില്ലെങ്കിൽ കണ്ണ് കാണാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അയാളുടെ ഈ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളൊക്കെ എടുക്കുന്ന അയാളുടെ ഭാര്യയാണ്. അയാൾ ജീവിതകാലത്ത് ഭയങ്കര തെറിയും ബേളമൊക്കെ ആയിരുന്നു, അടിയിടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഇപ്പം ഇങ്ങനെ പെട്ട് കിടക്കുന്നത്. ഭാര്യയ്ക്ക് ഒന്നും തിരിച്ചൊന്നും കിട്ടിയിട്ടില്ല. ഈ ഇടയ്ക്ക് ഒന്ന് കല്യാണം കഴിച്ചു, 2 ഉണ്ടായെന്നല്ലാതെ പ്രത്യേകിച്ച് ഈ മനുഷ്യൻ്റെയൊക്കെ ഒന്ന് ഒരു ഹസ്ബൻഡ് കിട്ടാൻ പറ്റിയ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു സ്നേഹം അങ്ങോട്ട് തോന്നാൻ നമുക്ക് മനുഷ്യരെ നമുക്ക് തോന്നണ്ടേ? അപ്പോൾ എന്നിട്ടും ഈ സ്ത്രീക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ സ്ത്രീ അദ്ദേഹത്തിൻ്റെ ഈ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ഒക്കെ എടുത്ത് നല്ല ആകൃതപ്പെട്ട ജീവിതത്തിൽ പങ്കാളിയായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. അയാളിനി അവിടെ കിടന്ന് മരിച്ചു എന്ന് വിചാരിച്ചോ? ഒരു പുഞ്ചിരിയോ? ഇവർ ആ മനുഷ്യന് വേണ്ടി ചെയ്ത കാര്യത്തിന് പ്രതിനന്ദിയായിട്ട് ഇടി എനിക്ക് തെറ്റിപ്പോയി, നിൻ്റെ കൂടെ ജീവിച്ചിട്ട് 10-30 കൊല്ലം നമ്മൾ ജീവിച്ചിട്ട് എനിക്ക് നിന്നെ ഒന്ന് സഹായിക്കാൻ പറ്റിയില്ല, നിന്നെ സന്ധിക്കാൻ പറ്റില്ല, നിന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് പോലും പറയണ മുമ്പ് അയാൾ മരിച്ചു പോകും. എന്നിട്ട് തൻ്റെ ഒരു കടമ പോലെ, ദൈവത്തോടെ കടമ പോലെ ഭാര്യ അത് ഒരു നന്ദി പോലും മേടിക്കാതെ അതെല്ലാം കർത്താവിന് കാഴ്ചവെക്കും, കർത്താവിൻ്റെ നാമത്തെ പ്രതി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പ്രതിഫലമില്ലാത്ത ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന നിത്യജീവനെ മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഓർത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞ ഉപവി എന്ന് പറയണത്. അങ്ങനെ